ആ മമ്മൂക്ക പടം ബോളിവുഡിന് വേണം. വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ വേറെ ലെവലാണ്. അത്തരത്തിലുള്ള വലിയ സാധ്യതയാണ് മമ്മൂക്ക സിനിമയെ തേടിയെത്തിയിരിക്കുന്നത്. 2022 തിയേറ്ററിലെത്തിയ മമ്മൂക്ക മൂവിയാണ് റോഷാക്ക്. വമ്പൻ പരീക്ഷണ ചിത്രം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ തിയേറ്ററിലും കളക്ഷനിലൂടെ വിജയം കൈവരിച്ചു. ഈ ഒരു ചിത്രം റിലീസായ സമയത്ത് വലിയ ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ചെയ്ത് ഫലിപ്പിച്ച ലൂക്ക് ആന്റണി എന്ന് പറയുന്ന കഥാപാത്രം മമ്മൂക്കയുടെ മികച്ച കഥാപാത്രങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. വമ്പൻ വയലൻസ് സംഭവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പ്രതികാരത്തിന്റെ പീക്ക് ലെവൽ കാണിച്ചു തന്ന ചിത്രം കൂടെയായിരുന്നു റോഷാക്ക്. ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു ചിത്രം ബോളിവുഡിന് ആവശ്യമുണ്ട്. മമ്മൂട്ടി കമ്പനിയുമായിട്ട് പല തവണയാണ് ബോളിവുഡ് ഈ ഒരു ചിത്രം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. എങ്ങും എത്താതെ പോയ ചർച്ചയെ തുടർന്ന് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി റൈറ്റ്സ് സ്വന്തമാക്കാൻ റോഷാക്ക് എന്ന ചിത്രത്തിന്റെ ടീമിന് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഓഫർ മമ്മൂട്ടി കമ്പനി നിരസിക്കുകയാണ് ഉണ്ടായത്. ഹിന്ദി റൈറ്റ്സ് മാത്രമല്ല, ചിത്രത്തിന്റെ ഒരു ലാംഗ്വേജിലേക്കും ചിത്രത്തിന്റെ റൈറ്റ്സോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. നിസാം ബഷീർ ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. മമ്മൂക്കയും മോഹൻലാലും തകർത്ത് അഭിനയിച്ച മലയാളത്തിലെ പല സൂപ്പർ ഹിറ്റ് സിനിമകളും അന്യഭാഷക്കാരെടുത്ത് കുളമാക്കിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കുളമാക്കാൻ മമ്മൂക്കയുടെ ക്ലാസിക് ത്രില്ലർ മൂവിയായ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ അണിയറ പ്രവർത്തകർ ഒരു ലാംഗ്വേജിനും കൊടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും പുതുമയുള്ള ചിത്രങ്ങളെല്ലാം മലയാളത്തിൽ ചെയ്ത് അവരുടെ പ്രസ് മീറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് റോഷാക്ക് എന്ന സിനിമ അവിടെ ചർച്ചയായി വരാറുണ്ട്. കഴിഞ്ഞ വർഷം വിനീത് ശ്രീനിവാസൻ ഒരു പരീക്ഷണ ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്ന പ്രസ് മീറ്റിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, ഇത് റോഷാക്ക് എന്ന ചിത്രം പോലെ ഒരു പരീക്ഷണ ചിത്രമാണ്. ആ ഒരു ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചു. അതുപോലെ നമ്മുടെ ചിത്രവും വിജയം കൈവരിക്കട്ടെ എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. പരീക്ഷണ ചിത്രങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് അവർക്കെല്ലാം പ്രചോദനമായിട്ട് വരുന്നത് മമ്മൂക്കയുടെ റോഷാക്ക് എന്ന് പറയുന്ന സിനിമയാണ്. എന്തായാലും ഇനി എത്ര കോടികൾ ഓഫർ ചെയ്താലും മമ്മൂക്കയുടെ റോഷാക്ക് എന്ന ചിത്രത്തിന്റെ ബോളിവുഡ് റൈറ്റ്സ് നൽകില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.